കണ്ണു തുറന്ന് വെറും മണിക്കൂറുകൾ മാത്രമായ ചോരക്കുഞ്ഞുങ്ങളോട് നമുക്കൊക്കെ പൊതുവെ തോന്നാറുള്ളത് വാത്സല്യവും സ്നേഹവുമൊക്കെയാണ്. എന്നാൽ അങ്ങ് നോർത്തിൽ സ്വന്തം അച്ഛൻ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എടുത്തിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മകനുണ്ടാകണമെന്ന അയാളുടെ ആഗ്രഹം സാധിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ടായിരുന്നു ഇങ്ങനെയൊരു ക്രൂര കൊലപാതകം. ജയ്പൂർ ഡൽഹി ദേശീയപാതയിലെ നിംസ് ആശുപത്രിയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. പ്രസവശേഷം നില ഗുരുതരമായ അമ്മ നിംസ് ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലായിരുന്നു. ജൂലൈ 20-നാണ് കോമൾ എന്ന യുവതി സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജനിച്ച മണിക്കൂറുകൾ മാത്രം പിന്നിട്ടിരുന്ന ആ പെൺകുഞ്ഞിനെ നോക്കിയിരുന്നത് അവളുടെ പിതാവായിരുന്നു. അമ്മ ICUവിലായതുകൊണ്ട് തന്നെ നവജാത ശിശുക്കളുടെ പ്രത്യേക വാർഡിലായിരുന്നു ആ കുഞ്ഞുണ്ടായിരുന്നത്. എന്നാൽ മൂന്നാം തവണയും പെൺകുഞ്ഞുണ്ടായതിൽ വലിയ ദേഷ്യത്തിലായിരുന്നു പിതാവായിരുന്ന 34-കാരൻ രവികുമാർ യാദവ്. അയാൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരാൺകുഞ്ഞായിരിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിന്റെ ദേഷ്യം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും സ്വന്തം പിതാവിന്റെ കയ്യിൽ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന ആശ്വാസത്തിലായിരുന്നു അമ്മ കോമൾ. എന്നാൽ അവിടെയാണ് ആ അമ്മയ്ക്ക് തെറ്റിയത്. ആൺകുഞ്ഞിന് പകരം പെൺകുഞ്ഞുണ്ടായത് അയാളെ ഒരു കൊലപാതകത്തിലേക്ക് വരെ നയിക്കുമെന്ന് അവർ കരുതി കാണില്ല. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ കുഞ്ഞ് കരയാൻ തുടങ്ങിയതോടെ കുഞ്ഞിന് മുലയൂട്ടാനെന്ന വ്യാജേന ഇയാൾ കുട്ടിയെയും എടുത്ത് ICUവിനരികിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആരും കാണാതെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു ആ പിതാവ്. കൊണ്ടുപോയതുപോലെ തന്നെ അയാൾ കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്ന് കിടത്തുകയും ചെയ്തു. പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ നിന്നപ്പോൾ നഴ്സുമാരൊക്കെ ആദ്യം കരുതിയത് പാല് കുടിച്ച് വിശപ്പൊക്കെ മാറിയതുകൊണ്ടാകാമെന്നായിരുന്നു. എന്നാൽ പിന്നെ അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ജീവനില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ കൊന്നത് സ്വന്തം പിതാവ് തന്നെയെന്ന് അവർക്ക് വ്യക്തമാകുന്നത്. സംഭവം പുറത്തു വന്നതോടെ നിംസ് ആശുപത്രിയിൽ ഇത് വലിയൊരു കോളിളക്കമാണ് ഉണ്ടാക്കിയത്. ഈ കൊലപാതക ശേഷം പിതാവായ രവികുമാർ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മൃതദേഹവുമായി അവളുടെ മുത്തച്ഛൻ പ്രതിയായ രവികുമാറിനെ തെരഞ്ഞു നടക്കുന്നതെല്ലാം അവിടെ കൂടി നിന്ന ആളുകൾക്ക് വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. मतलब कैसे क्या मतलब बच्चे को कैसे क्या कर दिया इसने? बच्चे को हमने क्या पता सब, हम तो था ही नहीं, क्या बताए ना रवि से बात हुई ना वो भोड़िया से बात हुई। बाद में भाई जो है बच्चे की माँ से ना तुमसे बात हो पाई ना, अब रवि से वही से हम तो क्या पता। हम तो पहले हॉस्पिटल में तो जैसे बहू है, बहू के घर वाले कुछ बोल रहे हैं क्या? बहू की सही तो ऐसे बात ना हो पाती, क्योंकि मम्मी की ऐसे उनका जमाई और से ऐसे साथ में कहानी बात। अच्छा, 7 बहनें ये। हाँ। तो ये कहाँ की रहने वाली है? ये ऐसे बिहार की रहने वाली से नहीं आई थी अपने नीम राणा। तो शादी बिहार से करके लाए थे? यही शादी सारी थे ब्याह। ഈ സംഭവത്തെക്കുറിച്ച് അധികം വൈകാതെ തന്നെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് ആശുപത്രിയിലെത്തി CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റാഫായ സുനിത ശർമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രവികുമാറിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു. सर, ये जो पिता द्वारा बेटी को मारने का जो घटनाक्रम हुआ है निम्स में, क्या मामला था, थोड़ा सा ब्रीफ बताइए। ये रवि कुमार यादव नामक आदमी है जो ग्राम बिचपड़ी नीमराना का रहने वाला है। इसकी पत्नी का नाम कोमल है। ये 27 तारीख को अपनी पत्नी को डिलीवरी के लिए निम्स हॉस्पिटल में एडमिट करवाया। 28 तारीख को इसके दिन में 2 बजे के लगभग बच्ची ने जन्म दिया। उसके बाद इसके पैपूरों से 2 बच्चियाँ हैं। तीसरी बच्ची होने से ये खुश नहीं था और उसके बाद ये हॉस्पिटल के बाहर आ गया। ये इधर उधर घूमता रहा। रात को 1 बजे हॉस्पिटल में गया, जहाँ मदर सीजेरियन से ऑपरेशन होने का अनकॉन्शियस थी। वो दूसरे वार्ड में थी, बच्ची बगल वाले वार्ड में शिफ्ट कर रही थी पास वाले। 1 बजे जाके बच्ची के पास ये सो गया। बच्ची उस टाइम रो रही थी, तो इसने अड़ोसी पड़ोसियों से दूध लेके एक बार तो पिलाया था। 4 बजे बाद बच्ची के रोने की आवाज़ बंद हो गई। 7 बजे तक बच्ची की आवाज़ नहीं आई। तो पास वाले वार्ड में महिला, उसकी पास वाली चारपाई महिला ने बताया डॉक्टरों को जाके 4 बजे बाद
बच्ची की आवाज़ नहीं आ रही। 7 बजे डॉक्टरों ने चेक किया तो बच्ची अनकॉन्शियस थी। ബീഹാർ സ്വദേശിനിയായ കോമൾ 2021 രവി യാദവിനെ വിവാഹം കഴിക്കുന്നത്. 2022 അവർക്ക് ആദ്യത്തെ മകളും 2024 രണ്ടാമത്തെ മകളും ജനിച്ചു. ഭാര്യ മൂന്നാമതും ഗർഭിണിയായതോടെ ഇനി ജനിക്കാൻ പോകുന്നത് ഒരു മകനായിരിക്കണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹമാണ് അയാളെ ഒടുക്കം ഒരു കൊലപാതകിയാക്കിയത്. പ്രതിയായ രവികുമാർ നിംറാനിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കമ്പനിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.